ഗെയിമിന്റെ പേരാണ് അപ്പൊ നമ്മൾ PKXD സ്കൂളിൽ പോകാൻ പോകണ ഗേസ്. അപ്പൊ നമുക്ക് നേരെ സ്കൂളിൽ പോകണം ഗേസ്, അല്ലെങ്കിൽ അമ്മേൻ്റെ നിന്ന് തല്ലി കിട്ടും ഗേസ്. അപ്പൊ നമ്മൾ രാവിലെ എണിച്ചിട്ടുണ്ട് ഗേസ്. ഞാനൊന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരാം ഗേസ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ഗേസ്. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ടേ എനിക്ക് ഫ്ലഷ് അടിച്ചു. നമുക്ക് കുറച്ച് കുളിക്കായി കുളിക്കണം കേസ്. നല്ല ചൂട് വെള്ളം കേസ്, നല്ല രസമുണ്ട് കേസ് കുളിക്കാൻ. മതി കുളിച്ച് മതി കേസ്, കുളിച്ച് മതി കേസ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം, യൂണിഫോം ഇടണം, പോകണം കേസ്. അതൊക്കെ അത്രേ ഉള്ളൂ കേസ്. ആദ്യം കേസ് നമുക്ക് ഭക്ഷണം കഴിക്കണം കേസ്. കേസ് സ്കൂളിൽ നിന്ന് പോകാൻ പോണ കേസ്. അപ്പോൾ ഭക്ഷണം എന്താ നമുക്ക് അത് ഒരു പാല് കുടിക്കുക കേസ്. നമുക്ക് അത് ഇരുന്നിട്ട് ഇവിടെ കുടിക്കുക കേസ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം കേസ് ഫ്രിഡ്ജിൽ. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കണം കേസ്. അത് മറക്കരുത് കേസ്. കേക്ക് തന്ന കേസ്. കുറച്ച് TV വെച്ചിട്ട് കേസ്. നമ്മൾ കുറച്ചേരം TV കാണാം കേസ്. 9 മണി ആയിട്ടില്ല കേസ്. കേട്ടെ ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കാർട്ടൂണാണ് കേസ്. രാമിന് പിന്നാലെ റോക്കറ്റ് കൊണ്ടൊരു കാർട്ടൂണാണ് കേസ്. ഇന്നത്തെ പണി കേസ് സ്കൂളിൽ വിട്ടു വന്നാൽ നമുക്ക് വീട് പഠിക്കണം, പുതിയ വീട് പഠിക്കണം കേസ്. അപ്പൊ നമുക്ക് ഗോ നൗ സ്കൂൾ കേസ്. നമുക്ക് ബാഗ് എടുത്ത് സ്കൂളിൽ പോകണം കേസ്. സ്കൂളിൽ നിന്ന് പോകാനുള്ള മൂടില്ല കേസ്, എന്നാലേ പോയാലേ പറ്റുള്ളൂ കേസ്. കേസ് നമ്മുടെ സ്കൂളിൽ അവിടെയാണ് കേസ്. നമ്മൾ നടന്നു പോകണം കേസ് പോകാൻ. കാരണം നമുക്ക് വണ്ടിയൊന്നും ഇല്ല കേസ്. നമ്മുടെ പാപ്പനാണ് കേസ്. നമ്മുടെ ബാഗിൽ ഇത് അത്രേ ഉള്ളൂ കേസ്. ബാഗിലൊരു പേന മാത്രമേ ഉള്ളൂ കേസ്. സ്കൂളിലാണ് കേസ് നമ്മൾ. അപ്പോൾ നമുക്ക് അറിയാം സ്കൂൾ ഹൈ സ്കൂൾ മാത്രമല്ല കേസ്, ഇത് എല്ലാ സ്കൂളും ഉണ്ട് കേസ്. അപ്പോൾ ഈ സ്കൂൾ വേഗം വിടണമായിരുന്നു കേസ്. ഇന്നത്തെ വേണം കേസ് എനിക്ക് പുതിയ വീട് കഴിക്കാൻ. എൻ്റെ വീട് ചെറിയ വീടാണ് കേസ്. ഞാൻ കാണിച്ചത് കേസ്. നമ്മളുടെ സ്കൂൾ പോലെ ഒന്നുമില്ല കേസ്. എന്താ ചന്ത നമ്മുടെ ക്ലാസ് ഇതാണ്. നമ്മളെവിടെയാണ് അതൊരു ബുക്ക് എടുക്കണം കേസ് നമുക്ക്. ഓക്കെ പിടിക്കട്ടെ കേസ്. ടീച്ചർ വന്നിട്ട് ടീച്ചർ ഒരേ ടീച്ചർ ഫോൺ കൊണ്ടുവന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ഈ സംഭവം. അവർ പറയണ്ടേ നമുക്ക് പോകണ്ട കേസാണെങ്കിൽ അതിന്റെ ഫോട്ടോ നമ്മൾ ആരാ അതിപ്പോ സ്റ്റാറ്റസ് ഇടും കേസ്. നമ്മൾ അത്രയ്ക്കുള്ളൂ കേസ്. നമുക്ക് ഫോട്ടോ മതി കേസ്. ഇപ്പൊ നമുക്ക് പഠിച്ചു കഴിഞ്ഞു കേസ്. നമുക്കിപ്പോ ഇന്റർവെല്ലാണ് കേസ്. ഇപ്പൊ നമുക്ക് ഇവിടെ ചുറ്റി നടക്കുക. അതന്നെ ഉള്ളു പണിയോ കേസ്. അപ്പൊ നമുക്ക് ഇനി ചുറ്റി നടക്കണം കേസ്. അതാണ് കേസ് നമ്മുടെ സംഭവം. പ്രിൻസിപ്പളെ സുഖമല്ലേ? വേണ്ട മോനെ സുഖം ഉണ്ടാകും. ഇപ്പൊ പോടാ കേസ്. ഇത് കുറച്ചും കൂടി ഫ്യൂച്ചറാണ് കേട്ടോ. റോബോട്ടൊക്കെയാണ്. ഇതാണ് കേസ് പ്രിൻസിപ്പളിന്റെ റൂം കേസ്. കണ്ടോ ട്രോഫി കുറെ കിട്ടിണ്ട് കേസ്. കണ്ടോ കുറെ ട്രോഫി കിട്ടിണ്ട് കേസ്. കേസ് നമുക്കാണ് ഈ യൂണിഫോം ഒക്കെ ഇടാൻ തോന്നുന്നു കേസ്. പറ്റും തോന്നുന്നു അല്ലേ? യൂണിഫോം ഞാൻ ഇടാൻ പറഞ്ഞു കേസ്. നമുക്ക് ഇവിടെ യൂണിഫോം തരും കേസ്. അവരുടെ പ്രത്യേകതയാണ് കേസ്. നമ്മൾ യൂണിഫോം ഇട്ടുണ്ട് കേസ്. പക്ഷെ നമ്മൾ കണ്ണാടി മാറ്റില്ല കേസ്. നമ്മൾ അടിപൊളിയാണ് കേസ്. കണ്ണാടി മാറ്റില്ല കേസ്. അപ്പോൾ ഇന്റർവെല് കഴിഞ്ഞു കേസ്. നമ്മളുടെ സ്കൂളിൽ ബെല്ലടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കയറാം കേസ്. ഇവിടുന്ന് ക്ലാസ്സിൽ കയറുന്നില്ല കേസ്. ഞാൻ ക്ലാസ്സിൽ കയറണ്ട കേസ്. ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കുക കേസ്. നമുക്കിപ്പോൾ ഈ ഭാഷ ഫ്രണ്ടിലിരിക്കുക കേസ്. കുറച്ച് പഠിപ്പിച്ചിട്ടാണ് കേസ്. ഞാൻ എന്താ ചെയ്യുക കേസ്. ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കേസ്. സംഭവം പറയണേ കണ്ടോ. നമ്മളെല്ലാം ചെയ്യും കേസ്. നമ്മൾ പഠിപ്പിച്ചറിയാലോ കേസ്. അപ്പം നമ്മുടെ അടുത്ത് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് കേസ്. 3 + 16 എത്രയാണ് കേസ്?
അപ്പൊ ഞാൻ പറഞ്ഞ 19 റൈറ്റ്. അടുത്തത് ഒന്ന് സിമ്പിൾ സാധനങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് ഇരിക്കുന്നത്. ഇത് കറക്റ്റ് നമ്മളൊക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ അടുത്ത് ടീച്ചർ ചോദിച്ചു ഇതാണ് ടീച്ചർ നമ്മളുടെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ആണ്ടാ ശരിയല്ല മകനെ, നീ ചെയ്തുകൊണ്ട് നീ ഇപ്പൊ പൊയ്ക്കോ. നമ്മൾ ചെയ്തു നമ്മൾ അടിപൊളിയാണ് അപ്പൊ നമുക്ക് വീട്ടിൽ പോണം പക്ഷെ നമുക്ക് ഒരു ബുക്ക് കൊടുത്തിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ പോണം ലഞ്ച് ബ്രേക്ക് കണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം അവിടെ ബർഗറാണ് ഇന്നത്തെ ലഞ്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കണം ഇവിടെ. നമുക്ക് ഫ്രണ്ട്സ് പറയുമ്പോൾ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് ഈ സ്കൂളിൽ. അപ്പൊ ഇന്നത്തെ സ്കൂൾ വിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോയേ നിൽക്കട്ടോ. ഇതാണ് സ്റ്റിച്ച് ഗാർഡൻ. ഇവിടെ ചെറിയ പിള്ളേൻ്റെ ഇതാണ് ഇവിടെ കണ്ടോ ലോട്ടറേറ്റ് പഠിക്കുന്ന പിള്ളേൻ്റെ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ലോട്ടറേറ്റ് ഒന്നും അല്ലേ, നമ്മൾ 10ാം ക്ലാസ് ഒന്ന് ജയിക്കട്ടെ. നമ്മൾ 10ാം ക്ലാസ് കണ്ടോ ഇത് കണ്ടോ സയൻസ് ലാബൊക്കെയാണ്. നമുക്ക് ഇവിടെ വന്ന് ഓരോന്നൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുക കണ്ടോ. നമുക്ക് ഓരോന്നൊക്കെ പഠിക്കുക ഇവിടെ വന്നിട്ട് അപ്പൊ നമുക്ക് സ്കൂൾ എന്തായാലും നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവേ. നമ്മുടെ അച്ഛൻ വിളിക്കണേ. ഹലോ എന്താണ് അച്ഛാ? വാ വേഗം പറ, നീ എന്തെങ്കിലും ഇരിക്കുന്നു ഇവിടെ? ഞാൻ വരികയാണ്, ഇവിടെ പോട്ടേ ഉള്ളൂ. നമ്മുടെ അച്ഛൻ ഇപ്പൊ തന്നെ വീട് തുടങ്ങിയേ. നമ്മളുടെ ഇന്നത്തെ ഒരു ടാർഗറ്റ് എന്താ വെച്ചാൽ നമുക്കൊരു വീട് പുതിയത് കട്ടണം. അതെങ്ങനെയായിട്ട് നമ്മൾ വീട് കാണിച്ചില്ലേ അതല്ലേ നമ്മളുടെ കൂടെ എനിക്കൊന്നും മറന്നു നിൽക്കട്ടെ. അതിന്റെ വീടൊന്ന് കണ്ടുപിടിക്കട്ടെ. അവിടെ കണ്ടോ ഇത് കാണിച്ചിരിക്കുന്നുണ്ട് സിഗ്നൽ. ഇതാണ് നമ്മളെ വീട്. ഇത്രയും ചെറിയൊരു വീടാണ് നമ്മളുടെ. അപ്പം ഇവിടുത്തെ നമുക്കൊരു വീട് പഠിക്കുന്നത് നേരെ വീട് പഠിക്കേ. എനിക്ക് നല്ലൊരു ലക്ഷറി പൈസ ഉണ്ടാവും അറിയില്ലേ. വീട് പഠിക്കാൻ നമ്മുടെ ഈ ടൈമിലെ എനിക്ക് പൈസ കൊടുക്കുന്ന ടൈമാണ്. ഞാൻ ഇപ്പൊ ഈ വീടാണ് അത്രയുള്ളൂ നമ്മൾ വീട് പഠിച്ചത്. കളക്ട് എവിടെ അപ്പൊ നമ്മുടെ വീടൊന്നും നമുക്ക് നോക്കേ. വീട് വന്നില്ലല്ലോ വേണമെങ്കിൽ റെഡി. ഞങ്ങൾക്ക് വല്ല ലിസ്റ്റ് നീ വന്നിട്ടുണ്ടാ? ഇല്ല ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. ആഗ്രഹിച്ച വീട് കിട്ടി. സന്തോഷം ഉണ്ടായിരുന്നു വീട്ടിലൊന്നുമില്ല. നമ്മളെല്ലാം മേടിക്കണം ഗൈസ്. അത് ഞാൻ പറഞ്ഞു അതിന് നമ്മുടെ പൈസ ഉണ്ടല്ലോ, നിറയെ പൈസ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് എന്തായാലും മേടിക്കേ. സാധനം നമുക്കൊരു സോഫ സെറ്റ് ഒരു പഠിക്കണം. നല്ലൊരു സോഫ സെറ്റ് തന്നെ മേടിക്കണം ഗൈസ്. നമുക്ക് ഇതൊന്നും വേണ്ട, ഇതൊക്കെ പെണ്ണുങ്ങളുടെ വഴിയുണ്ടേ. നമുക്ക് കുറച്ച് നീളമുള്ള സോഫ സെറ്റ് സാധാ അത് പഠിക്കേ. ഇതൊരു കോർണറിടായി ബൈ. അപ്പൊ അത് മേടിച്ചില്ലേ നമ്മള്. പിന്നെ വേണ്ട ഇനി വേണ്ട സോഫ. ഓക്കെ ഇനി നമ്മൾ അടുത്തത് ഏതാ പഠിക്കേണ്ടത്? പപ്പ. അതെ അതൊന്നും വേണ്ട നമുക്ക്. അത് വേണമെങ്കിൽ ഈ സാധനം കേസ് അത് വേണമെങ്കിൽ അത് നമുക്ക് ഇതൊന്ന് പഠിക്കാം. ഇതൊന്ന് പഠിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെരിച്ചിറങ്ങി ഇവിടെ കണ്ടു ഈ അറ്റത്ത് കിടക്കണേ. നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഈ ടി വി വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെക്കാല്ലേ ഈ ഒരു അടയിലാണ്. അപ്പൊ നമ്മളെ പഫും പഠിച്ചില്ലേ ബെഡ്റൂം ഇതാണ്. നമുക്ക് ബെഡ് ഒരു നല്ല ബെഡൊന്ന് പഠിക്കണേ. സംഭവം ഒരു പൈസ നോക്കാൻ പാടില്ല. സെറ്റ് ബെഡൊന്ന് പഠിക്കണേ. നമുക്കിപ്പോൾ ഏത് ബെഡ് പഠിക്കേ? ഗെയിമിങ്ങിൻ്റെ അത് അടിപൊളി നമുക്ക് ഇങ്ങനെ തല തിരിച്ച് കൊണ്ടാൻ പറ്റില്ലല്ലോ. ഐസ് ഇടാലോ ഇവിടെ കിടക്കില്ല. അയ്യോ
ഇങ്ങോട്ട് പോവരുത്. ബൈ ഗേസ്, അതങ്ങനെ മേടിച്ചു ഗേസ്. പിന്നെ ബെഡ് വേണ്ടേ. അപ്പോൾ ഇനി അടുത്തത് ടേബിൾ ഗേസ്. ടേബിൾ നമുക്ക് ഗെയിമിംഗ് ടേബിൾ ഗേസ്, അത് നമ്മുടെ റൂമിൽ ഗേസ് അത് സെറ്റായിരിക്കും ഉറപ്പാണ്. മേടിച്ചിൻ്റെ ഗേസ്. അപ്പം നമുക്കൊരു ഗെയിമിംഗ് സെറ്റപ്പ് നമ്മുടെ റൂമിൽ തുടങ്ങി ഗേസ് നമ്മൾ. ഇനി അടുത്ത് വേറൊരു ടേബിൾ വേണ്ടേ ഭക്ഷണം കഴിക്കാൻ. ഗേസ് അത് മറന്നു ഗേസ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭക്ഷണത്തിന് എത്ര ടേബിൾ വെച്ചാൽ ഗേസ് നമുക്കൊരു വെറൈറ്റി ടേബിൾ വെക്കാം ഗേസ്. ഒരു വെറൈറ്റി എന്ത് പഠിക്കാം ഗേസ്. ഭയങ്കര ചെറുതാണല്ലോ ഗേസ് ഈ ടേബിൾ. നമുക്ക് ഇവിടെ വെക്കേ. നീ കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം ഗേസ്. ഗേസ് നമുക്ക് അടുത്ത നമുക്ക് ടേബിൾ മതി ഗേസ്. ഇനി കസാര ഗേസ്. കസാര ഗെയിമിംഗ് കസാര ഉണ്ടോ നോക്കട്ടെ. ഓ ഗേസ് ഉണ്ടല്ലോ ഗേസ് ഗെയിമിംഗ് കസാര. തലതിരിച്ച് വെക്കാം ഗേസ് ഇങ്ങനെ. ഗേസ് റെഡി. അവിടെ അതും മേടിച്ച് വെച്ചു ഗേസ്. ഗേസ് നമ്മുടെ പൈസ ഇല്ല ഗേസ്. അത് ഞാൻ പറഞ്ഞു ഗേസ്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഗേസ്. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ കസാര മേടിക്കാം. അപ്പോൾ ഈ ഒരു കസാര മേടിക്കാം. നമ്മൾ കടന്നിട്ടാണ് ഗേസ് ഗെയിമിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കസാരയിലൊക്കെ ഗെയിമിങ് ചെയ്യുക പറഞ്ഞാൽ അതിനെക്കാട്ടി ഭാഗ്യം. ഇതൊക്കെ മതി. തിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്തിട്ട് രാത്രി പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടോ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യണത്. അത്രയും അടിപൊളിയാണ് നമ്മുടെ വീട്. നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ട് നമുക്ക് വെക്കാം വീട്ടിൽ. കൊണ്ട് നല്ല രസമില്ല വീട് കാണാൻ. എൻജോയ് കിട്ടിയെന്നിട്ട് വീടിൻ്റെ പേര് വീടിൻ്റെ ഉള്ളിൽ കയറിയാ. ഞാൻ അത് കണ്ടിട്ടില്ല വീടിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഗെയിം കളിക്കാൻ പറഞ്ഞത് ഗിരിധറാണ് ഗേസ്. ഗിരിധറിന് വേണ്ടി എല്ലാവരും ലൈക്ക് കൊടുത്ത ഗേസ്. ഇത് കണ്ട ഗേസ് ഓവൻ. ഇത് ഞാൻ ഇത് കൊടുത്ത് പഠിച്ചാണ് ഗേസ്. പിന്നെ കണ്ടോ ഫ്രിഡ്ജ് ഗേസ്. ഇത് കണ്ടോ ചെടി ഗേസ്. ഇത് കണ്ടോ ഒരു ബാൽക്കണി പോലത്താണ് ഗേസ്. പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് ടി വി കാണാൻ ഗേസ്. എന്നിട്ട് ഇനി ഇത് കണ്ടോ ഗേസ് ഇവിടെ ആട ഗേസ് നമുക്ക്. ഈ ഗേസ് സർവാക്കില്ല നമ്മൾ ആടുന്നില്ല. പിന്നെ ലൈറ്റ് ഗേസ് ഇവിടെ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ അവിടെ ചെയ്യാറ്. പിന്നെ എൻ്റെ ബെഡ് കണ്ടോ ഗെയിമിങ് സെറ്റപ്പ്. പിന്നെ ഞാൻ പീസ് കളിച്ചിലായിരുന്നു. പിന്നെ അക്കോരിയം കേസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ കണ്ടോ ഒരു അലമാരി കേസ്. അതിലേതൊരു കുളിക്കുന്ന സ്ഥലമുണ്ട് കേസ്. കണ്ടോ കുളിക്കാൻ പറ്റില്ല. നമുക്ക് ഇരിക്കാം ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഗെയിം. എൻ്റെ അടുത്ത് ഈ ഗിരിധറാണ് എൻ്റെ അടുത്ത് ഈ ഗെയിം കളിക്കാൻ പറഞ്ഞ നമുക്ക് ഇവിടെ ഇരുന്ന് സുഖമായി ടി വി കാണാൻ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുക. അവിടെ കണ്ടത് അവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചായ എന്തെങ്കിലും വെച്ചാൽ അവിടെ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുക. നമുക്ക് അടിപൊളിയാണ് ഈ ഗെയിം. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഗിരിധറിന് വേണ്ടി നിങ്ങൾ ലൈക്ക് അടിച്ചേ. അപ്പോൾ ലൈക്ക് അടിക്കണം കേട്ടോ ഗേസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗേസ്. മറ്റൊരു വീഡിയോ കാണാം ഗേസ്. ഇതിൻ്റെ പാർട്ട് 2 ആണ് നിങ്ങൾ ഉറപ്പായി പറയണം ഗേസ്. അപ്പോൾ നമ്മൾ പാർട്ട് 2 ചെയ്യേണ്ടായിരിക്കും ഗേസ്. ഇന്ന് നമ്മൾ വീടുണ്ടായി ഗേസ്. പാർട്ട് 2 നമ്മളൊരു പെറ്റിനെ മേടിക്കും ഗേസ്. അതൊക്കെ അത്രയേ ഉള്ളൂ ഗേസ് നമ്മൾ ചെയ്യാം ഗേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗേസ്.